നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ജീവിതത്തിന്റെ മുഖമുദ്രയായി കണ്ട വിട്ടുവീഴ്ച, ഈ മൂന്ന് കാര്യം ജീവിതത്തിൽ ഉൾക്കൊള്ളുന്നവരിൽ മുസ്ലിമീങ്ങൾ മുന്നിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മുസ്ലിങ്ങൾ അംഗീകരിക്കുവാൻ, നമ്മളെ ആദരിക്കുവാൻ, നമ്മെ സ്നേഹിക്കുവാൻ, നമ്മുടെ മുന്നിലേക്ക് കടന്നു വരാൻ ആളുകൾ ധാരാളം ഉണ്ടായിരിക്കും. അത് നമുക്ക് കൈമോശം വന്നിരിക്കുന്നു. സ്നേഹം നഷ്ടപ്പെട്ട ഒരു സമൂഹം, സ്നേഹം കുഴിച്ചു മൂടപ്പെട്ട ഒരു സമൂഹം, പിതാവിൽ നിന്ന് സ്നേഹം ലഭിക്കാത്ത മക്കളുടെ ഒരു വലിയ വ്യൂഹം, മക്കളിൽ നിന്ന് ആദരവും ബഹുമാനവും ലഭിക്കാത്ത മാതാപിതാക്കളുടെ മറ്റൊരു വിഭാഗം, ഭാര്യമാരിൽ നിന്ന് സ്നേഹം ലഭിക്കാത്ത ചൊറുചൊറുക്കുള്ള ചെറുപ്പക്കാരുടെ ദിനരോധനങ്ങളുടെ പ്രതികൂലമായ വളരെ മോശമായ സാഹചര്യം, ആറ്റിനോറ്റ് സംരക്ഷിച്ച് വളരെ സ്നേഹവാത്സല്യത്തോടുകൂടെ കാത്തിരിക്കുന്ന ഭാര്യയ്ക്ക് സ്നേഹം കൊടുക്കാത്ത മറ്റൊരു വിഭാഗം, ഇങ്ങനെ സമൂഹത്തിൽ സ്നേഹം കളിയാടേണ്ട മേഖലകളിൽ നിന്നൊക്കെ സ്നേഹം കുടിച്ചു മൂടുന്ന സാഹചര്യത്തിൽ മഹാനായ സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി, അള്ളാഹുവിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 23 വർഷക്കാലത്തെ തന്റെ ജീവിതത്തിലൂടെ ലോകത്തിനു കൊടുത്ത സ്നേഹം അത് വിശാലമാണ്, അത് ലോകത്ത് വർണ്ണിക്കാൻ കഴിയാത്ത സ്നേഹമാണ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, അള്ളാഹുവിന്റെ ഹബീബിന്റെ സ്നേഹം എന്ന് പറയുമ്പോ പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞല്ലോ, മാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ, ലോകത്തിന് മുഴുവൻ നബിയെ തങ്ങൾ കാരുണ്യവാനായിട്ടാണ് അയച്ചതെങ്കിൽ അത് കേവലം അലങ്കാരമല്ല, ആയിരം യാഥാർത്ഥ്യങ്ങളിലേക്കാണ് വിശുദ്ധ ഖുർആൻ ലോകത്തെ വിളിക്കുന്നത്. ആയിരം യാഥാർത്ഥ്യങ്ങളെയാണ് വിശുദ്ധ ഖുർആൻ ലോകത്തെ ബോധ്യപ്പെടുത്തുന്നത്. ചരിത്രത്തിൽ ഒരു നേതാവിനും കാണിക്കാൻ കഴിയാത്ത സ്നേഹവാത്സല്യം, ചരിത്രത്തിൽ ഒരു നേതാവിന് പോലും കൈമാറാൻ കഴിയാത്ത കാരുണ്യം, ലോകത്തിന് ഒരു നേതാവിന് പോലും കാണിച്ചു കൊടുക്കാൻ കഴിയാത്ത വിട്ടുവീഴ്ചയുടെ ഉടമയായിരുന്നു ലോകത്തിന്റെ നായകൻ സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാരുണ്യം, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്നേഹം ലോകത്തിന് എല്ലാ ചരാചരങ്ങൾക്കും വസ്തുക്കൾക്കും ലഭിച്ചിട്ടുണ്ട്, നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ആ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ലോകത്ത് കൈമാറിയ സ്നേഹം, ആ സ്നേഹത്തിന്റെ ചെറിയൊരു ഭാഗമെങ്കിലും നമുക്കുണ്ടായിരുന്നുവെങ്കിൽ നമ്മൾ അത്ര ധന്യരാണ്. ജീവിതത്തിൽ അള്ളാഹുവിന്റെ പ്രവാചകര് ജന്തുക്കളോട് പ്രകടിപ്പിച്ച, ജീവജാലങ്ങളോട് പ്രകടിപ്പിച്ച, മൃഗങ്ങളോട് പ്രകടിപ്പിച്ച, ജീവനില്ലാത്ത വസ്തുക്കളോട് പോലും പ്രകടിപ്പിച്ച ധാരാളം സംഭവങ്ങൾ നമുക്ക് കാണാൻ കഴിയും. പ്രിയപ്പെട്ട സഹോദരന്മാരെ, മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള്, അള്ളാഹുവിന്റെ പ്രവാചകരിങ്ങനെ നടന്നു പോവുകയാണ്. ആ സമയത്ത് അള്ളാഹുവിന്റെ പ്രവാചകർ ഒരു ഒട്ടകത്തെ കാണാൻ ഇടയാവുകയാണ്. ആ ഒട്ടകത്തിന്റെ അവസ്ഥ എന്താണ്? വയറൊട്ടിക്കിടക്കുന്ന ഒരു ഒട്ടകത്തെ കണ്ട സമയത്ത് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, വിശപ്പുകൊണ്ട് ഒന്നും ഭക്ഷിക്കാതെ വയറൊട്ടിക്കിടക്കുന്ന ഒരു ഒട്ടകത്തെ കണ്ടപ്പോ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു, ഇത്തഖുല്ലാഹ ഫീ ഹാദിഹിൽ ബഹായിം, അള്ളാഹുവിനെ നിങ്ങൾ സൂക്ഷിക്കണം, ഈ മൃഗങ്ങളിൽ അള്ളാഹുവിനെ നിങ്ങൾ സൂക്ഷിക്കണം. ഫർക്കബൂഹാ സ്വാലിഹത്തം വകുലൂഹാ സ്വാലിഹ, ഒന്നിരിക്കൽ നല്ല നിലക്ക് വാഹനമായിട്ട് നിങ്ങൾ അത് ഉപയോഗിക്കുക, അല്ലെങ്കിൽ നല്ല നിലക്ക് അത് നിങ്ങൾ ഭക്ഷിക്കുക. സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി, അള്ളാഹുവിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു തോട്ടത്തിന്റെ അടുത്തുകൂടെ ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്, അൻസാരിയായ ഒരു സ്വഹാബിയുടെ തോട്ടത്തിന്റെ അടുത്തുകൂടെ. ആ സമയത്ത് ആ തോട്ടത്തിൽ നിന്ന് ഒരു ഒട്ടകം വളരെ വേവലാതിപ്പെട്ട് മുരളുന്നതും ശബ്ദമുണ്ടാക്കുന്നതും കണ്ട സമയത്ത് മഹാനായ സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി, ലോകത്തിന്റെ അധിപനായ, ലോകം അടക്കി വാഴുന്ന, അല്ലെങ്കിൽ ജനകോടികളുടെ നേതാവ്, ഒരു രാജ്യത്തിന്റെ, ഒരു സമൂഹത്തിന്റെ, ലോകത്തിന്റെ പ്രതീക്ഷയായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജീവിതത്തിന്റെ വ്യത്യസ്തമായ ഒരു കൂട്ടം തിരക്കിനിടയിലും തോട്ടത്തിൽ നിന്ന് കരയുന്ന ആ ഒട്ടകത്തിന്റെ കരച്ചിൽ കേൾക്കാതിരുന്നില്ല. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ ഒട്ടകത്തിന്റെ അടുത്തെത്തിയപ്പോ അള്ളാഹുവിന്റെ ഹബീബിന് കാണാൻ കഴിഞ്ഞത് ആ ഒട്ടകം ഇങ്ങനെ കണ്ണീർ വാർക്കുന്നതാണ്. ആ സമയത്ത് മഹാനായ സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ ഒട്ടകത്തിന്റെ ചെവിയുടെ ഭാഗത്ത് വളരെ മെല്ലെ തടകി കൊടുത്തപ്പോ ഒട്ടകം ആശ്വാസപ്പെടുകയും അള്ളാഹുവിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ചോദിക്കുന്നു, അള്ളാഹുവിന്റെ പ്രവാചകർ ചോദിക്കുന്നു, മൻ റബ്ബു ഹാദിഹി അൽ ജമൽ, ഈ ഒട്ടകത്തിന്റെ ഉടമസ്ഥനാരാണ്, ഈ ഒട്ടകത്തിന്റെ ഉടമസ്ഥനാരാണ്? ആ സമയത്ത് ലിമൻ ഹാദൽ ജമൽ, ആർക്കുള്ളതാണ് ഈ ഒട്ടകം? അള്ളാഹുവിന്റെ ഹബീബ് ആ ഒട്ടകത്തിന്റെ കണ്ണുനീര് കണ്ടുകൊണ്ട് വേദനിക്കുന്ന സാഹചര്യത്തില് ആ ഒട്ടകത്തിന്റെ ഉടമസ്ഥനെ വിളിച്ചുകൊണ്ട് ചോദിക്കുന്നു,
അൻസാരികളിൽപ്പെട്ട ഒരു യുവാവ് വന്നുകൊണ്ട് അള്ളാഹുവിന്റെ അരികെ നിന്നുകൊണ്ട് പറയുന്നു, എന്റേതാണ് നബിയെ ഈ ഒട്ടകം. അള്ളാഹുവിന്റെ പ്രവാചകര് പറയുന്നു, അഫലാ തത്തഖില്ലാഹ ഫീ ഹാദിഹിൽ ബഹീമ, അള്ളാഹുവിനെ നീ ഈ മൃഗത്തിന്റെ കാര്യത്തിൽ നീ സൂക്ഷിക്കുന്നില്ലയോ? അല്ലത്തീ മല്ലക്കല്ലാഹു ഇയ്യാഹ, അള്ളാഹുവിന്റെ ഔദാര്യം എന്ന നിലക്ക് നിനക്ക് അല്ലാഹു തആല നൽകിയ ഒട്ടകമുണ്ടല്ലോ, ഈ മൃഗത്തിന്റെ കാര്യത്തിൽ പടച്ച തമ്പുരാനെ നീ സൂക്ഷിക്കുന്നില്ലേ? ഫഇന്നഹു ശക്കാ ഇലയ്യ അന്നക തുജീഉഹു. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയുകയാണ്, ആ ഒട്ടകം എന്നോട് അന്യായം ബോധിപ്പിക്കുകയാണ്, നീ ഒട്ടകത്തെ വല്ലാതെ വിഷമിപ്പിക്കുന്നുണ്ട്, വിശപ്പ്, ഭക്ഷണം കൊടുക്കാതെ പ്രയാസപ്പെടുത്തുന്നുണ്ട്. അതുപോലെ ആ ഒട്ടകത്തിന് ചുമക്കാനാവാത്ത ഭാരം ചുമന്നുകൊണ്ട് പ്രയാസപ്പെടുത്തുന്നുണ്ട്. അള്ളാഹുവിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ സ്വഹാബിയെ വിളിച്ചുകൊണ്ട് പറയുകയാണ്, അതുകൊണ്ട് ഈ മൃഗത്തിന്റെ കാര്യത്തിൽ നീ അള്ളാഹുവിനെ സൂക്ഷിക്കണം. ഒരു മൃഗത്തിന്റെ വേദനയും ദുഃഖവും കാണാൻ ലോകത്തിന്റെ കാരുണ്യവാനായ മഹാനായ പ്രവാചകർ സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി വേറൊരു ഹദീസിലൂടെ അള്ളാഹുവിന്റെ പ്രവാചകർ പഠിപ്പിക്കുകയാണ്, കൂട്ടിൽ മുട വിരിഞ്ഞ് കിടക്കുന്ന ഒരു പക്ഷി, ആ പക്ഷിയുടെ ചെറിയ കുഞ്ഞുങ്ങൾ, നമുക്കൊക്കെയുള്ള സ്വഭാവമാണത്, നിസാരമായി കാണുന്ന വിഷയമാണെങ്കിലും ലോകത്തിന്റെ നായകനായ ഹബീബായ സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി, ആ ഹബീബായ നബി തങ്ങള് കൂട്ടിൽ വിരിഞ്ഞ കുഞ്ഞുങ്ങളെയുമായി കൊണ്ട് എടുത്തുകൊണ്ടുവന്ന ആളുകളെ വിളിച്ചുകൊണ്ട് പറയുന്നു. കാരണം നമുക്കറിയാം, ഒരു കുഞ്ഞ് ഒരു തത്തയുടേതായാലും പ്രാവിന്റേതായാലും ഒരു പറവയുടെ, ഒരു പക്ഷിയുടെ കുഞ്ഞിനെ എടുത്തുകൊണ്ടുവന്നാൽ തള്ളപ്പക്ഷി കരയുന്നതും വേവലാതിപ്പെടുന്നതും കാണാറുണ്ട്. മഹാനായ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബികളെ വിളിച്ചുകൊണ്ടുണർത്തുന്നു, ആ പാവപ്പെട്ട പക്ഷിയെ, പ്രാവിനെ വേദനിപ്പിക്കുന്ന രൂപത്തിൽ കുഞ്ഞിനെ ആരാണ് എടുത്തുകൊണ്ടുവന്നിരിക്കുന്നത്? അതുകൊണ്ട് ആ കുഞ്ഞിനെ അതിന്റെ കൂട്ടിൽ കൊണ്ടുപോയി ഉപേക്ഷിക്കാൻ അള്ളാഹുവിന്റെ ഹബീബ് സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി. പ്രകൃതിയോട് രമിച്ച് കളിക്കേണ്ട പക്ഷികളും പറവകളും കൂട്ടിലിട്ടുകൊണ്ട് അവരുടെ സ്വാതന്ത്ര്യം നിഷേധിക്കരുത്. മേനകാ ഗാന്ധി എന്ന് പറയുന്ന ഇന്ത്യയിലെ ഒരു പ്രധാനപ്പെട്ട പാർലമെന്റേറിയൻ, ഗാന്ധി കുടുംബത്തിൽപ്പെട്ട ഒരു സഹോദരി, ആ സഹോദരി പേരിലും പ്രശസ്തിയാണ്. എന്താ വിഷയം? മൃഗങ്ങളോടും പക്ഷികളോടും ജീവജാലങ്ങളോടും വലിയ താല്പര്യമാണ്.